എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ലൂപ്പിൽ താല്പര്യമുള്ളവർ മാത്രം ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതീവ പരിതാപകരവും അതീവ ബോറുമാകാൻ പോകുന്നൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ തിരുവോണമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഫസ്മിനയുടെ ബർത്തമായിട്ടുള്ള ലല്ലു, ഫസ്മിനയുടെ സുഹൃത്തും മെഹനാസിൻ്റെ ഭാര്യയും ലല്ലുവിൻ്റെ കാമുകി എന്നറിയപ്പെടുന്ന സഫയുമായി എടുത്തൊരു ഓണം ഫോട്ടോഷൂട്ടായിരുന്നു ഇന്നത്തെ ബഹളം. ആ ഫോട്ടോഷൂട്ടൊന്നും വീണ്ടും ഞാൻ എടുത്ത് ചാമ്പുന്നില്ല. താല്പര്യമുള്ളവർ നമ്മളുടെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി വിശദമായി നല്ലൊരു ഫൺ മൂഡിൽ അവസാനം കാണാൻ പറ്റും. ഇപ്പം എന്തിനാ സംഭവം എന്ന് വെച്ചാൽ, ഇന്നലെ ആ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, നാളെ സഫ വന്നിട്ട് ഇത് വെറും ഒരു റീൽ മാത്രമല്ലേ, ഞങ്ങളൊരു ഫോട്ടോഷൂട്ടല്ലേ എന്ന് പറയുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു. ആ സെയിം സാധനം തന്നെ സഫ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം സഫയുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം. ഓക്കെ. ഹേയ് ഗായ്സ്, എൻ്റെയും ലല്ലുടെയും വീഡിയോ ഇട്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തേ പേടിച്ചോ? ഭയന്നിട്ടാണോ? അമ്മക്ക് പേടിയൊന്നുമില്ലല്ലേ, നമ്മൾ മാത്സ് അല്ലേ. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അതായത് ഫസ്മിനയുടെ ഭർത്താവായിട്ടുള്ള ലല്ലുവിൻ്റെ കാമുകിമാരിൽ ഒരു കാമുകി എന്നറിയപ്പെടുന്ന സഫയുടെ ഭർത്താവായിരുന്ന മെഹനാസ്. ഇത് ഏത് തരത്തിൽ ഇതുങ്ങളെല്ലാം കൂടെ ഒന്നിപ്പിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഫസ്മിന കുറേ നാളുകൾ കൊണ്ട് ലല്ലുവിൻ്റെ വിഹിതം എവിടെ, ലല്ലുവിൻ്റെ കാമുകി എവിടെയെങ്കിലും ഉണ്ടോ, ലല്ലുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ തപ്പി നടക്കവെയാണ് സഫയുടെ ഒരു ലൈവിനകത്ത് ലല്ലുവിൻ്റെ എന്തോ ഒരു കിടുങ്ങാമണി കണ്ടുപിടിച്ചത്. ഷർട്ടോ ബാഗോ കുന്തപ്രാണ്ടി എന്തോ പറഞ്ഞാൽ കണ്ടുപിടിച്ച്. അങ്ങനെ ഇവർ തമ്മിൽ ഡിങ്കോൾഫിയാണെന്ന് ഫസ്മിന പൊതുസമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ വിളിച്ചു പറഞ്ഞപ്പോൾ സഫ വന്നിട്ട്, അത് എനിക്കൊരു ഊബർ ഉണ്ടല്ലോ, ആ ഊബറിനൊരു ഡ്രൈവർ ഉണ്ടല്ലോ, ആ ഡ്രൈവറിൻ്റെ കൂട്ടുകാരനാണ് ഇവൻ. അപ്പോൾ ഡ്രൈവറിൻ്റെ ബാഗ് എടുത്ത് വെച്ചപ്പോൾ ആ ബാഗിനകത്ത് ഇവൻ്റെ ലൈസൻസ് ഇവന്തലേക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരു അലിഞ്ഞ അൽക്കൊയ്ത കഥ പറഞ്ഞു. ഇവർക്ക് കഥ മെനയാൻ അറിയില്ല, അതിൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ കുറച്ച് നാൾ സഫ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതിനുശേഷം ലല്ലു വരും വൃത്തികെട്ടവനാണ്, ആഭാസത്തരം കാണിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഫസ്മിനയുടെ അടുത്ത് പോയി. അതിനുശേഷം ഇപ്പോൾ സഫയും ലല്ലുവും കൂടെ വീഡിയോ ഇട്ടപ്പോഴത്തേനും ഫസ്മിനയ്ക്ക് ട്രിഗറായി. ഫസ്മിന് 1-2 സ്റ്റോറി ഇട്ടു. യൂട്യൂബിൽ എപ്പിടി പോനാനോ ഫസ്മിന അന്തമാതിരി തിരുമ്പി വരെ പോരണ്ട എന്നും പറഞ്ഞിട്ടപ്പോഴത്തേനും സഫ പേടിച്ചെന്നാ തോന്നുന്നത്. സഫ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടേ. ഇതിനകത്ത് ഇത് കാര്യമായിട്ട് പറഞ്ഞാണെങ്കിൽ നല്ല കോമഡി ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ കേൾപ്പിക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഓണറിയിലും എടുത്താണ്. പിന്നെ നമ്മളിപ്പോൾ എനിക്ക് ഫസീനോട് ദേഷ്യമില്ല, ലല്ലിനോട് ദേഷ്യമില്ല. അപ്പം ഒരു ദേഷ്യമില്ല, ഞാൻ ഉള്ളവരുടെ ചില്ലല്ലേ, അവർക്ക് എന്നോടാണ് ദേഷ്യം. ഫസ്മിനയുടെ ദേഷ്യം ന്യായമല്ലയോ? അവളുടെ ഭർത്താവ്, ഫസ്മിനയ്ക്ക് ഇപ്പം കാമുകനുണ്ട്, എന്നാലും ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ നടക്കുന്നു. അപ്പോൾ ഫസ്മിന ഇത്രയും നാൾ യൂട്യൂബിൽ നിന്നുണ്ടാക്കിയ റവന്യൂ, ആ ഒരു സോഴ്സ് അത് വീണ്ടും തുറന്നു തന്നു സഫ. അപ്പോൾ ഫസ്മിന ഓൾറെഡി പറഞ്ഞു യൂട്യൂബിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ എങ്ങാണ്ട് സകല തെളിവുകളും വെച്ച് വീഡിയോ വരുമെന്ന്. തെളിവുകൾ എന്ന് പറഞ്ഞാൽ കഥയൊന്നും ഇല്ല കേട്ടോ. അവിടുന്ന് എടുത്ത് കുറേ സ്ക്രീൻഷോട്ട് തലയും വാലും ഇല്ലാതെ ആ ചാറ്റ് മാത്രം എടുത്ത് കാണിക്കും, നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ മിണ്ടൊക്കെ ചെയ്യും. അവർ രണ്ടാളും ആണെങ്കിൽ എറണാകുളത്തുള്ളവരുമാണ്. അപ്പോൾ ഫസീന കണ്ടാലും മിണ്ടും, ലല്ലുവിനെ കണ്ടാലും മിണ്ടും. അപ്പോൾ ലല്ലുവിനെ കണ്ട് നമ്മളിങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ഓനെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഓണത്തിൻ്റെ വീഡിയോ എടുത്താലോ എന്നുള്ളൊരു സംഭവം ഇരിക്കും. ഞാൻ പറഞ്ഞു, എന്തിനാ വേണോ, വെറുതെ ഇനി പ്രശ്നത്തിലേക്ക് പോകണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞേ, നമ്മളീ അവിടെ വെച്ച് കണ്ട് ആൾക്കാർ വീഡിയോ എടുത്തിടുന്നതിലും നല്ലതല്ലേ, നമ്മളായിട്ട് തന്നെ പബ്ലിക് ചെയ്ത് വീഡിയോ ഇട്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാ. എന്തായാലും ഇവർ തമ്മിൽ അവിടെയൊക്കെ വെച്ച് ഇവർ കാണുന്നുണ്ട്. എവിടൊക്കെ വെച്ച് കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോൾ ഇനി നാട്ടുകാർ തണ്ടികൾ അത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്ത് പിന്നെ നമ്മൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൽ നല്ലതല്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട് നമ്മൾ തന്നെ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതാകുമ്പോൾ പിന്നെ അവന്മാർക്ക് ഇതിനകത്തൊരു വിലയില്ലല്ലോ എന്ന രീതിയിലാണ് ഇവർ ഈ സാധനം സെറ്റ് ചെയ്തത്. ഞാൻ സഫയോടാണ് ചോദിക്കുന്നത്, ഫസ്മിന താങ്കളുടെ സുഹൃത്താണ്. ഫസ്മിനയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് താങ്കൾക്ക് വളരെ കൃത്യമായി അറിയാം. ഫസ്മിന പുണ്യാളത്തൊന്നുമല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാലും ഭാര്യയും ഭർത്താവുമായി ജീവിക്കവേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിരിപ്പെട്ടിയിട്ട് പോലും ഇമ്മാതിരി തേപ്പ് തേക്കാൻ പറ്റൂല. അമ്മാതിരി തേപ്പാണ് തേച്ചത്. നമ്മളെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് തേക്കുമല്ലോ, ഈ ആ തേപ്പ് പോലും മാറി നിൽക്കുന്ന തേപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചത്. ആ തേപ്പ് കഥകളെല്ലാം താങ്കൾക്കറിയാം. താങ്കളുമായിട്ട് ഓൾറെഡി ഈ വിഹിത കഥ പറഞ്ഞ് പരത്തിയതാണ്. എന്നിട്ട് അവനുമായിട്ട് തന്നെ വീണ്ടും ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ട് അതും കാതിൽ തടവി സാരിയിട്ട് ഓലെ ഞാൻ തുമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റപ്പ് സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയാകും എന്ന സാധനം നിങ്ങൾക്ക് അറിയില്ലേ. അപ്പം ഇങ്ങനെ സാധനം കണ്ടാൽ ഫസ്മിന
ഫസ്മിനയുടെ സുഹൃത്താ, പിന്നെ ഫസ്മിനെ ഇതൊക്കെ അങ്ങ് വിടും. ലല്ലു അല്ലേ പോട്ടെന്ന് നോക്കും, അങ്ങനെയാണ് വിചാരിച്ചേ. എന്നാ കുഴപ്പമില്ല കേട്ടോ. കണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇൻസ്റ്റയിലും ഓൾറെഡി റീലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാം, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചല്ല. ഓ എന്നെ ഐഡിയ മണിയാണ് ഇവർ. നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ എവിടെയൊക്കെ വെച്ച് കാണുമല്ലോ. കാണുമ്പോൾ ഫസ്മിനോട് ഞാൻ സംസാരിക്കും, ലല്ലുവിനോട് ഞാൻ സംസാരിക്കും. അപ്പോൾ ലല്ലുവിനോട് സംസാരിക്കുന്നത് ആരെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടാൽ അന്നേരം നമുക്ക് പറയാമല്ലോ ഏതാ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒന്നിച്ചുള്ള റീലൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾ അറിയത്തില്ലെങ്കിൽ കള്ളത്തരം പറയാൻ നിൽക്കല്ലേ കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ട് ചീറ്റി, ഒത്തില്ല. പിന്നെ ഫസിനോട് എനിക്ക് ദേഷ്യമില്ല, ഫസിക്ക് എന്നോടും ഇല്ല ദേഷ്യം. പിന്നെ ലല്ലുവിനോട് ഫസിക്ക് ദേഷ്യമേ ഇല്ല. ഫസിയുടെ സ്ക്രീൻഷോട്ടൊക്കെ കണ്ടിരുന്നില്ലോ ഇല്ലേ 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 ഒരു ദേഷ്യമില്ല. ഫസി ഇനി എങ്ങനെയാണെന്നറിയോ, നിങ്ങളെ മരം ഉണ്ടല്ലോ, വലിയ മരം ഇങ്ങനെ അറക്കവാൾ വെച്ച് ഇറക്കത്തില്ലേ, അതേപോലെ വെച്ചറക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷേ ഫസിയുടെ അറക്കൽ വലിയ കാര്യമൊന്നുമില്ല, നമുക്കൊരു തെങ്ങ മനസ്സിലാകത്തില്ല. കുറേ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ പേരൊന്നുമില്ല, ആ സ്ക്രീൻഷോട്ടിൻ്റെ ഇങ്ങോട്ട് വന്ന മെസ്സേജ് മാത്രം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്, അങ്ങനത്തെയൊക്കെ പ്രൂഫുകൾ. അതുകൊണ്ട് തന്നെ അതിന് വലിയ ക്രെഡിബിലിറ്റി നമുക്ക് അവകാശപ്പെടാനില്ല. വീഡിയോ കാണുമ്പോൾ അത് ആർക്കായാലും ദേഷ്യം വരും. കാരണം ഞാനും ഫസി അതുപോലെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. എന്നിട്ട് ആ ബോണ്ട് എടുത്ത് ആ പെണ്ണിൻ്റെ അണ്ണാക്കി തന്നെ തിരികെ കയറ്റി വെച്ചില്ലേ. ഞാനും ഫസിയും തമ്മിൽ ഭയങ്കര ബോണ്ടാ, ഇവനുമായിട്ട് മറ്റൊരു ബോണ്ടാ. അപ്പം ഇവൻ്റെ ബോണ്ട എടുത്ത് അവളെ കാണിച്ച്, അപ്പം അവളുടെ ബോണ്ടയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന ബോണ്ട. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫസി ഞാൻ ഇങ്ങനൊരു ലല്ലുമായിട്ടൊരു ഫോട്ടോഷൂട്ട് എടുക്കാം കേട്ടോ, ഇത് പെയ്ഡ് പ്രൊമോഷൻ ആട്ടോ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കായിരുന്നു. അപ്പോൾ ഇത് പ്രശ്നമാകും ഉറപ്പുള്ളൊരു സാധനം നമ്മൾ മനഃപൂർവ്വം ചെയ്തതാ. ഇനി ഇതിനകത്ത് ഇരുന്ന് ന്യായം എഴുതിയിട്ടൊന്നും കുച്ചി നഹി ഹോത്താ ഹേ കുച്ചു ഹോത്താ ഹേ. ഇടയ്ക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ ഇഷ്യൂസ് ആരൊക്കെയോ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായില്ല. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി ഒരു പ്രശ്നമില്ല. പിന്നെ ഇപ്പം ആ വീഡിയോ ഇട്ടേം കൊണ്ട് അവൾക്ക് ചെറിയൊരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ എൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ അവൾക്ക് അതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഏതാ ഈ സോപ്പ് ഏതാ? നല്ല പതയാണല്ലോ, പതഞ്ഞ് മെഴുകി ഒഴുകി പോവാങ്ങ്. അമ്മാതിരി പതപ്പിലാണ് ഫസ്മിനെ പതപ്പിക്കുന്നത്. ഞാനായിട്ട് അത് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അവളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കാണുമ്പോൾ. സോ ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അവൾക്കൊരു വിഷമം വരുന്ന രീതിക്ക് ഒരു സംഭവം ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇത്ര നാളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പം ഈ ഫോട്ടോഷൂട്ട് റിമൂവ് ചെയ്യുമ്പോൾ അവന് വിഷമം ഉണ്ടാവത്തില്ലേ? അപ്പം അവൻ്റെ വിഷമത്തിന് ഇവിടെ വിലയില്ല, അവളുടെ വിഷമത്തിന് മാത്രമേ വിലയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അവരെയും വെറുപ്പിക്കാൻ പറ്റത്തില്ല, ഇവരെയും വെറുപ്പിക്കാൻ പറ്റത്തില്ല. അതല്ലേ പ്രശ്നം. അപ്പോൾ ഇനി ഫസുവിനെ വെറുപ്പിക്കുന്നൊന്നും ഞാൻ ഉണ്ടാവത്തില്ല. അപ്പം ലല്ലുവായിട്ടുള്ള കമ്പനി വിട്ട്, അല്ല ലല്ലുവായിട്ടുള്ള കമ്പനി അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഫസു അറിയാതെ ലല്ലുവായിട്ട് സൗഹൃദ ബന്ധം. ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ താല്പര്യപ്പെടുന്നില്ല. ലല്ലുവായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവും. അവള് എനിക്ക് അവനേലും വലുതാണ് അവളാണ് എനിക്ക് അപ്പോൾ കുറച്ചുകൂടി മുകളിൽ അവളാണ് എന്ത് വന്നാലും. സോ അത് ശരിയാ. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ എടുത്തിട്ട് അലക്കെന്ന് പറഞ്ഞാൽ പഞ്ചാബി ഹൗസിനകത്ത് ഹരിശ്രീ യശോധൻ ആ അലക്കില്ലേ, അതുപോലെ തലക്ക് ഫസ്മിനെ എടുത്തിട്ട് അലക്കും. കാരണം ഇവർ കുറച്ച് നാൾ ലല്ലുവിൽ നിന്നും പ്രശ്നമായി ഫസ്മിനയിലേക്ക് പോയപ്പോൾ ലല്ലുവിൽ നിന്നുള്ള കുറ്റങ്ങളും കുറവുകളും ബോധമില്ലായ്മകളും എല്ലാം ഫസ്മിനെ എടുത്ത് പറഞ്ഞു. എന്നെ ഇവൻ ചെച്ചല് യൂസ് ചെയ്തു, ഇവൻ മറ്റ് സ്ത്രീകളുടെ കൂടെ പോയി എന്നെ സാമ്പത്തികമായി ഇതെല്ലാ സാധനവും പോയി ഫസ്മിനോട് കക്കി കൊടുത്ത്. അപ്പം നിങ്ങൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാ. ഒരിടത്തുനിന്ന് കാവാലപ്പളക്കെ അടി കിട്ടിയിട്ട് വീണ്ടും അതേ മുഖവും വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ പോകാൻ നിങ്ങളെ തുനിക്കട്ടെ. നമ്മളൊക്കെ ഒരാളായിട്ട് ഉടങ്ങി കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് അങ്ങനെ ആ ഒരു സെറ്റ് മിസ്സാ പറ്റത്തില്ല. ഇത് എങ്ങനെ പറ്റുന്നു? അവൾക്ക് വിഷമം വരുന്ന രീതിക്ക് അവളുടെ ലൈഫിൽ എന്താ നടന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ലൈഫിൽ എന്താ നടന്നതെന്ന് അവൾക്കും നല്ലോണം അറിയാം. രണ്ടും ഒരേപോലത്തെ കാര്യങ്ങളുണ്ട്, കുഴപ്പമില്ല. ഫസ്മിനയ്ക്ക് പറ്റിയത് എന്താ? ഫസ്മിന പറയുന്ന സ്റ്റോറി കേട്ടോ, അതിൻ്റെ സത്യം എനിക്കറിയത്തില്ല. ഫസ്മിനയുടെ ഭർത്താവായി ഇരിക്കവേ മിസ്രിയ, നസ്രിയ, അഫ്രിയ എന്നൊക്കെ പറയുന്ന കണ്ട പെണ്ണുങ്ങളുടെ കൂടെ എല്ലാം ഈ ലല്ലു ഐബി എന്ന് പറയുന്നവൻ പോയി. ലല്ലുംബി അങ്ങനെ പറയാൻ പാടില്ല അല്ലേ, ആ ലല്ലു ഐബി എന്ന് പറയുന്നവൻ പോയി. അതാണ് അവിടുത്തെ സ്റ്റോറി. നേരെ ഇപ്പുറത്തെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ സഫിയുടെ ഭർത്താവായിട്ടുള്ള മെഹനാസ്, അതാ അവൻ്റെ സ്റ്റോറി കേട്ടോ. മെഹനാസിൻ്റെ കഥയിൽ ഈ ലല്ലു എന്ന് പറയുന്ന ആൾ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്കോ വാലന്റൈൻസ് ഡേക്കോ ബർത്ത്ഡേക്കോ എന്തോ ഒരു ദിവസം ലല്ലു എന്ന് പറയുന്നവനുമായിട്ട് പോയി. അപ്പോൾ അവിടെയും ഒരു എ വിഹിതം, ഇവിടെയും ഒരു എ വിഹിതം. ഈ രണ്ട് എയും കൂടെ ചേരുമ്പോൾ എ അങ്ങ് വെട്ടിപ്പോവും. അപ്പോൾ എ മാറിയിട്ട് ഇത് രണ്ട് ഹിതമായി മാറും. അങ്ങനെ ഈ രണ്ട് ഹിതം കൂടെ ചേർന്നിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടത് റീല് ക്രിയേറ്റ് ചെയ്തത്. എന്തൊക്കെ ന്യായീകരണം വെളുപ്പിക്കാൻ എന്തൊരു പാടാന്ന് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ഒരു ബോണ്ട് വെച്ചിട്ട് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാണ്. കുറേ പേർക്ക് കണ്ടന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക്
അയ്യോ, കുറെ പേർക്ക് കണ്ടന്റ് കിട്ടി. എന്തിനാ ഇത്ര കട്ടപ്പെട്ട് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കി തരുന്നേ? നമ്മളാരും ചോദിച്ചോ? കുറച്ച് ബോണ്ട പുഴുങ്ങി കണ്ടന്റ് നമുക്ക് തരാൻ ചോദിച്ചോ? ഓരോ പൊട്ടത്തരം കാണിച്ചിട്ട് ഇനി നമ്മുടെ പടലിക്കോട്ട് കൊല്ല. റീച്ചടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, നമ്മൾ അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ അതൊരു വിവാദം ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളായിട്ട് തന്നെ ഒരു സംഭവം ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളെ അവിടെ എവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ അത് മറ്റൊരു വിവാദം ആകരുതല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ തന്നെ ഒരു വിവാദം ഒന്ന് തുടങ്ങിയേക്കാം. അപ്പോൾ ആ വിവാദത്തിന് മുമ്പ് ഈ വിവാദം പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ വിവാദം ചെറിയ വിവാദമായി പോത്തില്ലേ? അപ്പോൾ നിങ്ങൾ വേറെ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ വിവാദം ആകത്തക്ക എന്തോ സാധനം അപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇല്ല അവിടെ ഇവിടെ നിങ്ങൾ ചുമ്മാ നിന്നൊന്ന് സംസാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് അതിലൊരു ആരെങ്കിലും റീൽ എടുത്തിട്ട് അതങ്ങോ എന്തേരെ ചിന്താഗതിയുടെ. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവനുണ്ടല്ലോ ലല്ലുവിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. മേനാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവന്റെ പടച്ചാണ് നേരെ, എനിക്ക് അവന്റെ കഥ എന്താന്നൊക്കെ മനസ്സിലാവണില്ല. സത്യം എനിക്കിതിൽ ആരുടെയും കഥ മനസ്സിലാകുന്നില്ല. എൻ്റെ കഥ എന്തോന്ന് മോനെ, ഈ മിശ്രിയ ആ പുള്ളിക്കാരിനെ തേച്ചോ നീ ഒരു ഇസ്തിരിക്കട ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും കേട്ടോ. നിനക്ക് പറ്റ പിടിക്കും, നിനക്ക് ബിസിനസ്സിൽ ഒരു വൻ സ്കോപ്പ് ഞാൻ കാണുന്നു. എടാ ഇവൻ ഇത്രയും പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടും സ്നാപ്ചാറ്റിൽ കിടന്ന് കുന്തളിക്കുകയാണ് ഇവൻ, എന്നിട്ട് ഇവന് വീണ്ടും പെണ്ണ് കിട്ടുന്നു. അപ്പം ഇതാണല്ലേ ഇഷ്ടപ്പെടാനുള്ള ക്ലാരിറ്റി അല്ല ക്രൈറ്റീരിയ. അപ്പം നാളെ മുതൽ ഞാനും മന്മഥൻ മന്മഥൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. കൊള്ളാടെ എങ്ങനെ സെറ്റ് ആവുന്ന ഇതൊക്കെ നമുക്കൊന്നും പറ്റും നടക്കുന്നില്ലല്ലോ. എന്താ ഉദ്ദേശിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഭാര്യനായിട്ട് അഭീതുണ്ട്, അങ്ങനെ പൊക്കി, പിന്നെ അത് പ്രശ്നമായി, അങ്ങനെ ഓള് സൂയിസൈഡ് ചെയ്താണ്ട് ഫസ്റ്റത്തെ ഒരു സംഭവം സഫയുടെ ആദ്യത്തെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട്, എന്തോ ബന്ധമുണ്ട്, അത് പൊക്കിയിട്ട് ഓള് സൂയിസൈഡ് ചെയ്താണെന്നാണ് ഓ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് രണ്ടാമത്തെ ഭാര്യക്ക് അവിഹിത. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ അവിഹിതമുള്ള ആൾക്കാരെ അവൻ കെട്ടണേ. അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അവനക്ക് കിട്ടുന്ന ആളുകൾക്കൊക്കെ അവനക്ക് അവിഹിതം, നിനക്ക് കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നിനക്ക് അവിഹിതം, ലവള് കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ലവക്ക് പ്രേമം, യവള് കാണുന്ന പെണ്ണുങ്ങൾക്കല്ല യവളുടെ കൂടെ റീൽ. ഇത് എന്തോന്നിത്? ഈ അവിഹിതത്തിനെ കുറിച്ച് മിണ്ടാൻ യാതൊരു അർഹതയും ഇല്ലാത്തൊരുത്തനാണ് നീ അതിനെക്കുറിച്ച് മിണ്ടല്ലോ മിസ്റ്റർ ലല്ലു IB. അങ്ങനെ നീ ഇതിനെക്കുറിച്ച് മിണ്ടണമെങ്കിൽ നീ ആദ്യം, നിനക്കിപ്പോൾ ഒരു മോശം ഇമേജ് ആണ്, എനിക്കറിയാൻ പാടില്ല ഇവൻ ശരിക്കും നല്ലവനാണോ, ഇവൻ നല്ലവനെ ഇല്ല കെട്ടവനെ എനിക്കറിയത്തില്ല. അപ്പം നീ ആദ്യം കെട്ടവൻ എന്നുള്ള ഇമേജ് മാറ്റി നീ നല്ലവനാണെന്ന് കൊണ്ടുപോവാ. അതിന് എവിടെ പിന്നെ കണ്ടാലും എൻ്റെ ഒരു ഫോട്ടോയോ റീലോ ചിരിച്ച മോന്തായോ എന്തെങ്കിലും വരും. അല്ല തമാശ ചോദിക്കല്ലേ, എന്തിനാ അതിന് പറയാ. എനിക്ക് അവളായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവൻ കെട്ടുന്ന ആൾക്കാർക്കൊക്കെ അവിഹിതം. അപ്പൊ ഇവൻ എന്താ, ഇവന്റെ ഓരോ വീഡിയോസ് ഞാൻ കണ്ടിട്ട് മറ്റേ ഇവ ഓരോന്ന് അടിച്ചിട്ട് പോലീസുകാർ വന്നിട്ട് ഇവളെ ഫോണിൽ നിന്ന് എനിക്ക് കാണിച്ചു തന്നായിരുന്നു അന്ന് സ്റ്റേഷന് പോയപ്പോൾ. ഇവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കുക, ഡയറക്റ്റ് സൂയിസൈഡിന്റെ മതി കാർഡ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ വീഡിയോ സഫയുടെ കയ്യിലുണ്ട്. പിന്നെ ചുമരുമ്പോ പോയിട്ട് ഓരോ അക്കിങ്ങനെ എഴുതും അവന് സ്വന്തമായിട്ട് പോയിട്ട് വെറുതെ. അതായത് ഇപ്പൊ എന്താ അടിച്ചു കയറ്റണെന്ന് പടച്ചോൻക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഷെമ്മി ഹീറോ ആ സെറ്റപ്പ് ആണെന്നാണോ പറയുന്നേ? പൊന്നു മോനെ, നിന്റെ കുറെ വീഡിയോ ഒക്കെ ഈ ഫാസ്മിനെ എടുത്തിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ചാമ്പിയായിരുന്നു. അന്നേരത്തെ നമുക്ക് കൗതുകം ലേശം കൂടുതലാണല്ലോ, ആ കൗതുകത്തിന് വേണ്ടി ഞാനതൊക്കെ കയറി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ പുണ്യാത്മാ വിളിക്കുമ്പോൾ ആദ്യം നീ തെളിയിക്കണം. ഓക്കെ, ഇനി ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഫസ്മിനെ ഉണ്ടല്ലോ, ഫസ്മിനെ കുറച്ച് സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. സ്റ്റോറി ഞാനൊന്ന് വായിക്കാം. സഫയുടെ ഒരു മെസ്സേജ് ആയിട്ടിരിക്കുന്നേ. എന്നോട് നീ ദേഷ്യം എന്തൊക്കെ എന്തുവാ എനിക്കറിയത്തില്ല, ഇവരുടെ സ്ലാങ്ങിന്റെ പ്രശ്നം തോന്നുന്നു കേട്ടോ. എന്നോട് നീ ദേഷ്യം ഓറാറ്റ ആണെന്ന് എനിക്ക് അറിയാം. ഇതൊക്കെ ഏത് യൂണിവേഴ്സിന്റെ തമ്പുരാനെ? അവനക്ക് വേറെ ഗേൾഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവനെ വെച്ച് നീ ബാഡ് ആലോചിക്കണ്ട, ഗുഡ് ആലോചിക്കാൻ പറ്റിയ ഒരു 3 വാക്യം ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അവനൊക്കെ കുറിച്ചിട്ട് ഗുഡ് ആലോചിക്കാൻ പറ്റിയ ഒരു 3 സാധനം എന്ന് പറഞ്ഞ് അതിൻ്റെ നാട്ടുകാർ കണ്ടാലോ എന്ന് ചോദിച്ചറിയില്ല. ശരി, ഓക്കെ. ഇനി താഴെ അവനക്ക് ഗേൾഫ്രണ്ടോ, അവൻ GF അവൻ ജന്മത്ത് GF ഉണ്ടാവില്ല. FWB എന്ന് പറ. FWB ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ, സിനിമ പേര്. അത് എനിക്കറിയത്തില്ലടാ, ചുമ്മാ പറഞ്ഞാണേ, അറിയാവുന്നൊരു കമന്റ് ചെയ്യും. എന്നിട്ട് ഫാസ്മിനെ എന്നെ തെളിയിച്ച് വെച്ചേക്കുന്നു. മാനിപ്പുലേഷൻ വോണ്ട് വർക്ക് എനിമോർ. ഐ ഹാവ് ഗിവൺ ഇനഫ് ചാൻസസ് ടു MF വിച്ച് ലൈക്ക് യു. അയ്യോ എൻ്റെ അമ്മോ, മതി മോളെ മതി. ഫസ്മിനിക്ക് മിസൈൽ ഇല്ലാതൊരു പരിപാടിയില്ല. ഈ MF എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
അതിനുശേഷം ഫസ്മിനയുടെ അടുത്തൊരു സ്റ്റോറി എന്ന് പറയുന്നത് എന്തുവാ, പടച്ചോൻ എന്ന് പറയാൻ എന്ത് യോഗ്യത ഇണ്ടടി നായി നിനക്ക്. ഏത് ഭാഷ ഇത്? വെള്ളമടിച്ച് കഞ്ചാവ് വലിച്ച് പബ്ലിക് ഷുഗർ ഡാഡീസ് ആയിട്ട് നടക്കുന്ന നിനക്ക് എന്ത് പടച്ചോൻ പോ ഞൈൻ്റെ മൊലേ. ഫസ്മിനയുടെ ഡയറി ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല കേട്ടോ. മറ്റുള്ളവരെ കഞ്ചാവ് എന്ന് പറയുമ്പോഴത്തേനും ഓക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ, അതല്ലല്ലോ ഇപ്പോഴത്തെ സാധനം. വിൽ പോസ്റ്റ് ഫുൾ സ്റ്റോറി ടുമോറോ ഓൺ യൂട്യൂബ്. അപ്പോൾ കാണാം ഗ്രാഫ് ഇങ്ങനെയൊക്കെ ഏറെ പോകുന്നൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ സംഭവം എനിക്ക് മനസ്സിലായ സംഭവം ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് സംഭവം മനസ്സിലായി. അതായത് ഫസ്മിനയിൽ നിന്നും വേർപിരിഞ്ഞു പോയ ലല്ലു. ഫസ്മിനയ്ക്ക് ഇപ്പം മറ്റൊരു കാമുകനുണ്ട്, ലല്ലുവിന് മറ്റെത്രയ്ക്കോ കാമുകിമാർ കാണും. സഫയിൽ നിന്നും വേർപിരിഞ്ഞു പോയ മെഹനാസ്, അവൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഇനി വല്ല വലയ വിട്ട് പിടിക്കേണ്ടി വരും. മെഹനാസ് എവിടെ പോയി? ഇപ്പം താക്കോല് മെഹനാസ് ആവിട്ടിരുന്നോ. മെഹനാസ് ഈ പിക്ചറില്ല, അവൻ പോട്ടെ. അപ്പോൾ ഈ സഫ എന്ന് പറയുന്നത് ഒരു നന്മയുടെ പ്രതിരൂപമാണ്. ഫസ്മിനയായിട്ടും സൗഹൃദമാണ്, ലല്ലുവായിട്ട് സൗഹൃദമാണ്. ഈ ലല്ലു ആരാ? ഫസ്മിനയിൽ നിന്നും പിരിഞ്ഞു പോയ ഭർത്താവ്, അതോടൊപ്പം തന്നെ സഫയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്നുണ്ട്. അതേസമയം ഈ ചെറുപ്പക്കാരൻ ചതിച്ച പെൺകുട്ടിയായിട്ടും വളരെ ആത്മബന്ധമുണ്ട്. ഈ ബന്ധം വിട്ടെന്നറിഞ്ഞിട്ടാണ് ഫസ്മിനയായിട്ട് സഫ കണക്റ്റ് ആയത്. എന്നിട്ടിപ്പോൾ ലല്ലുവായിട്ടും ഞാൻ കാണും, ഫസ്മിനായിട്ടും ഞാൻ കാണും. എന്നിട്ട് കാണുമ്പോഴത്തേനും ഒരു റീൽ എടുക്കണ്ടേ? അതിന് നാട്ടുകാരായാലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മുൻകൂർ ജാമ്യം എന്ന പോലെ ഒരു റീല് പോസ്റ്റ് ചെയ്തതാ. ആ റീല് കണ്ടപ്പോൾ ഫസ്മിന് പറഞ്ഞ് ഇതെല്ലാം കൂടെ പറഞ്ഞ് യൂട്യൂബിലിടുമെന്ന്. യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ നാറ്റ കേസാവും. അപ്പോൾ ഫസ്മിൻ എൻ്റെ സുഹൃത്താണ്, ഫസ്മിനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊന്നും ഞാൻ ഉണ്ടാകത്തില്ല, ഞാൻ ഫസ്മിനെ തമ്മിൽ മുടിഞ്ഞ ബോണ്ടയിലാണ്, അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തതിനും ഫസ്മിന ബോണ്ട വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്മിനിക്ക് ആറ്റുനോട്ടിരുന്ന ചാൻസ് ആണ്, ഫസ്മിന വെച്ച് കീറും. ഇതിൽ കൊള്ളാടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ അവിഹിതം എന്ന് പറയുന്ന സാധനത്തിന് വളരെയധികം അത്രേ ഉള്ളൂ. ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അവിഹിതത്തിന് പോകുന്നൊന്നും ഒരു സീനില്ല കേട്ടോ. നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോകാം, പോകേണ്ടവർക്ക് പോകാണ്ടാതിരിക്കാം. പക്ഷേ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സിൻസിയർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ കാണാതിരിക്കുക. മാക്സിമം പോകാതിരിക്കാൻ പറ്റുമെങ്കിൽ പോകാതിരിക്കുക. അല്ല നിങ്ങൾ അങ്ങനെ വിഹിതത്തിന് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു വിവാഹബന്ധം എന്ന സെറ്റപ്പിലേക്ക് പോകാതിരിക്കുക. ഇതിന് വില്ലയിലൊക്കെ കാണിക്കും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തിയിട്ട് ഇട്ടാൽ ബൈ.